എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPLൽ ഇന്ന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈക്ക് റെക്കോർഡ് വിജയം. IPLൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് നേർക്കുനേർ വന്നത്. ഇന്ന് ടോസ് നേടിയ ബംഗളൂരു ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ഡുപ്ലസി ബംഗളൂരുവിനെ നയിച്ചപ്പോൾ ധോണിക്ക് പകരം ഗൈക്വാദ് ആയിരുന്നു ഇന്ന് ചെന്നൈയെ നയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത RCBക്ക് മികച്ച തുടക്കമാണ് കോഹ്ലിയും ഡ്യൂപ്ലസിയും ചേർന്ന് നൽകിയത്. അറ്റാക്ക് ചെയ്തു കളിച്ച ഇരുവരും ഇന്ന് കളം നിറഞ്ഞു കളിച്ചു. എന്നാൽ നാലാം ഓവറിൽ ചെന്നൈക്ക് വേണ്ടി മുസ്തഫിസൂർ റഹ്മാൻ ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. RCB ക്യാപ്റ്റൻ ഡ്യൂപ്ലസിയെയാണ് പുറത്താക്കിയത്. 23 പന്തിൽ 35 റൺസ് നേടിയാണ് ക്യാപ്റ്റൻ മടങ്ങിയത്. തൊട്ടു പിന്നാലെ തന്നെ നാലാം ഓവറിന്റെ അവസാന പന്തിൽ 3-ാം നമ്പരിൽ എത്തിയ പട്ടിധാരനെയും RCBക്ക് നഷ്ടമായി. 0 റൺസ് നേടിയായിരുന്നു താരം ഇന്ന് പുറത്തായത്. വൈകാതെ തന്നെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ മാക്സ്വെല്ലിനെയും ചാഹർ ധോണിയുടെ കയ്യിൽ എത്തിച്ചപ്പോൾ RCB 42-3 എന്ന നിലയ്ക്ക് കൂപ്പുകുത്തി. മറുവശത്ത് ക്യാമറൺ ഗ്രീനും കോഹ്ലിയും ചേർന്ന് ബംഗളൂരു ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. എന്നാൽ 21 റൺസിൽ നിൽക്കെ 11-ാം ഓവറിൽ മുസ്തഫിസൂർ കോഹ്ലിയെയും കൂടാരം കയറ്റി. പിന്നീട് എത്തിയ ദിനേശ് കാർത്തിക്, അനുജ് സഖ്യം മികച്ച പാർട്ണർഷിപ്പ് പടുത്തുയർത്തിയതോടെ ചെന്നൈ ഒന്ന് പതറി. മെല്ലെ തുടങ്ങിയ ഇരുവരും അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. വെറും 50 പന്തിൽ 95 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ് ആണ് ഇരുവരും ഇന്ന് കൂട്ടിച്ചേർത്തത്. കാർത്തിക് 38 റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ രാവട്ട് 25 പന്തിൽ 48 റൺസ് നേടി അവസാന പന്തിൽ പുറത്തായി. അങ്ങനെ RCB 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് നേടി. ചെന്നൈക്ക് വേണ്ടി ബൌളിംഗിൽ മുസ്തഫിസൂർ 4 വിക്കറ്റും ചാഹർ 1 വിക്കറ്റും സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈക്ക് ക്യാപ്റ്റൻ ഗൈക്വാദ്, രവീന്ദ്ര സഖ്യം ഇന്നും തുടക്കം സമ്മാനിച്ചു. പവർ പ്ലേയിൽ ഇരുവരുടെയും വെടിക്കെട്ട് പ്രകടനമാണ് നമുക്കിന്ന് ചെപ്പോകിൽ കാണാൻ സാധിച്ചത്. എന്നാൽ നാലാം ഓവറിൽ ദയാൽ ക്യാപ്റ്റൻ ഗൈക്വാദിനെ മടക്കി ചെന്നൈയെ വിറപ്പിച്ചു. 15 റൺസ് മാത്രമാണ് താരത്തിന് ഇന്ന് നേടാൻ സാധിച്ചത്. എന്നാൽ 3-ാം നമ്പരിൽ എത്തിയ രഹാനെയും രവീന്ദ്രയും ചേർന്ന് വീണ്ടും ചെന്നൈ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. ആദ്യ പവർ പ്ലേയിൽ തന്നെ CSK 60 കടന്നു. എന്നാൽ കരൺ ശർമ്മയുടെ 7-ാം ഓവറിൽ ചെന്നൈക്ക് രവീന്ദ്രയെ നഷ്ടമായി. വെറും 15 പന്തിൽ 38 റൺസ് ആണ് താരം ഇന്ന് അടിച്ചുകൂട്ടിയത്. പിന്നീട് വന്ന രഹാനെയും മികച്ച കളി തന്നെ പുറത്തെടുത്തു. അങ്ങനെ അവസാനം ബംഗളൂരുവിനെ അട്ടിമറിച്ച് ചെന്നൈ റെക്കോർഡ് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഈ സീസണിലെ ആദ്യ മത്സരം തന്നെ ജയിച്ച് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ ചെന്നൈ. ബാറ്റിംഗിലും ബൌളിംഗിലും ചെന്നൈ ഇന്നും പ്രകടനം തന്നെ ഇന്ന് പുറത്തെടുത്തു. ഇങ്ങനെ പോയാൽ ഈ സീസണിലെ കപ്പും ചെന്നൈ തന്നെ നേടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ചെന്നൈയുടെ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.